നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ദ പ്ലെയിൻ വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായാലും ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉണ്ടല്ലോ, അതിലെ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി ബി. ഇതാണ് നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുക? ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവോ? അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. വിത്ത് ഏത് സർക്കിളാണ്? സർക്കിൾ വിത്ത് സെൻറ്റർ എച്ച് കെ ആൻഡ് റേഡിയസ് ആർ. ഇവിടെ നോക്കിയാൽ നമുക്കുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്നല്ല വരിക. അപ്പോൾ ഈ ഒരു മോഡൽ വന്നല്ലോ. അതായത് എച്ചിൻ്റെ സ്ഥാനത്ത് 0, കെയുടെ സ്ഥാനത്തും 0. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഒരു സർക്കിളാണ് വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 2 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു എന്താണ് ഫോമുല നമുക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്താലേ നമുക്ക് വോളിയം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിനെയെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനെല്ലാം പോളാർ കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? പോളാർ കോർഡിനേറ്റ്സ് ആകുമ്പോൾ എക്സിന് ആർ കോസ് തീറ്റ എന്ന് കൊടുക്കാം, വൈ എന്ന് പറയുന്നതിനെ ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഡി വിയെ എന്താക്കിയാണ് എഴുതുന്നത്? ഡി വിയെ നമ്മൾ ആർ ഡി ഇസഡ് ഡി ആർ ഡി തീറ്റ എന്ന് പറയുന്ന ഫോമിൽ എഴുതിയ. എന്തുകൊണ്ടാണ് ഇസഡ് ആദ്യം എഴുതിയെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ എക്സിനെ നമ്മൾ ആർ കോസ് തീറ്റ, വൈന് ആർ സൈൻ തീറ്റ കൊടുത്തു. നമുക്കിനി ഈ ആറിൻ്റെയും തീറ്റയുടെയും ഒക്കെ റേഞ്ച് വേണം. ആറെന്ന് പറയുന്നത് റേഡിയസ് ആണെന്നറിയാം. റേഡിയസ് റേഞ്ച് ചെയ്യുന്നത് ഇവിടെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. അപ്പോൾ റേഡിയസ് റേഞ്ചസ് ഫ്രം 0 to 2 ആയിരിക്കും. അതേപോലെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിളാണ്. ഇപ്പോൾ ഒരു സർക്കിളാകുമ്പോൾ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഫുള്ള് എന്ത് വരും? 0 തൊട്ട് ഫുൾ 360 ഡിഗ്രി, അതായത് 2π വരെ വരും. അപ്പോൾ തീറ്റ റേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് എവിടെ വരെയാണ്? 2π വരെയാണ്. പിന്നുള്ളത് ഇസഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇസഡ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇസഡ് എന്ത് വരും? 3 മൈനസ് വൈ എന്ന് വരും. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 മൈനസ് വൈ എന്ന് പറയുന്നത് നമ്മളിവിടെ പോളാർ കോർഡിനേറ്റ്സ് ആക്കി എഴുതിയിട്ടുണ്ട്. ആർ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇസഡ് റേഞ്ച് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇസഡ് റേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് 3 മൈനസ് ആർ സൈൻ തീറ്റ വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ കിട്ടി? ഇസഡിൻ്റെ റേഞ്ച് കിട്ടി, ആറിൻ്റെ കിട്ടി, തീറ്റയുടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഡി ഇസഡ് എന്ന് പറയുന്നത് 0 തൊട്ട് അതായത് 3 മൈനസ് ആർ സൈൻ തീറ്റ വരെയുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങ് എഴുതി, പിന്നെ ആർ എഴുതി, തീറ്റ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫോമുല ഉപയോഗിച്ച് നമ്മൾ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡി വിയുടെ സ്ഥാനത്ത് ആരെയാണ് കൊടുക്കേണ്ടത്? ആർ ഡി ഇസഡ് ഡി ആർ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഉള്ളിലുള്ളതല്ല ചെയ്യുക, ഇസഡ് ആണ് ചെയ്യുക. അപ്പോൾ ഇസഡിൻ്റെ ആളിനെ ദാ ഇവിടെ കൊടുക്കുന്നു. ഇസഡ് റേഞ്ചസ് ഫ്രം 0 to 3 മൈനസ് ആർ സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആരെയാ? ആറിൻ്റേത് വേണം. 6 0 to 2 ആണ്. 6 റേഞ്ചസ് ഫ്രം
0 to 2 and theta ranges from 0 to 2π. ഇനി നമ്മൾ ഇതിനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ ഇത് ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ ഓവർ ഇസഡ് ആർ ഡി ഇസഡ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി രണ്ട് ഇൻ്റഗ്രൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 to 2πയും ഇൻ്റഗ്രൽ ആർ ഈസ് ഈക്വൽ ടു 0 to 2 മാറ്റി നിർത്തുക. എന്നിട്ട് ഇൻ്റഗ്രൽ ആർ ഡി ഇസഡ് ചെയ്യുക. അപ്പോൾ ആർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി ഇസഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ആർ കോൺസ്റ്റൻറ്റാണ്. ഇൻ്റഗ്രൽ ഓവർ ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇസഡ് തന്നെ വരും. ദെൻ റേഞ്ച് കൊടുക്കുന്നത് 0 to 3 മൈനസ് ആർ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ബാലൻസ് ഡി ആറും ഡി തീറ്റയും ഇവിടെ എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ ഓവർ 0 to 2 ആർ ഇസഡ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ആർ ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 3 മൈനസ് ആർ സൈൻ തീറ്റ ആണ്. മൈനസ് ലോവർ ലിമിറ്റ് ആർ ഇൻറ്റു 0 വരും. ഇൻറ്റു ഡി ആർ ഡി തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to 2π ഇൻ്റഗ്രൽ ഓവർ 0 to 2. ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു ആർ 3r മൈനസ് ആർ സ്ക്വയർ സൈൻ തീറ്റ. ഇവിടെ മൈനസ് 0 വരും. ആർ ഇൻറ്റു 0 0 ആകും. ഇൻറ്റു ഡി ആർ ഡി തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മുടെ ഇതൊരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ മാറി ഇതെന്തായി മാറി? ഒരു ഡബിൾ ഇൻ്റഗ്രലായി മാറി. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ ആൾക്കാരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ തീറ്റ റേഞ്ചസ് ഫ്രം 0 to 2π. ഇനി ഇതിനെ ചെയ്യുമ്പം എന്താണ്? ഇൻ്റഗ്രൽ 3r മൈനസ് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ എന്നാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു ആർ നമ്മൾ ചെയ്യാൻ പോവുക. അപ്പോൾ 3r എന്നുള്ളത് എന്തായി മാറും? 3 ഇൻറ്റു ആർ എന്നുള്ളത് ആർ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് പിന്നെ ഇവിടെ ആർ സ്ക്വയർ സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റാണ്. ആർ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ ക്യൂബ് ബൈ 3 എന്ന് വരും. ദെൻ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ? 0 to 2 ഡി തീറ്റ എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 2π. ഇവിടെ വരുമ്പം നോക്കിയേ 3r സ്ക്വയർ ബൈ 2 3/2 ആർ സ്ക്വയർ മൈനസ് ആർ ക്യൂബ് ബൈ 3 സൈൻ തീറ്റ 0 to 2 അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 2π ആറിന് ആദ്യം അപ്പർ ലിമിറ്റായി 2 കൊടുക്കുമ്പോൾ 3/2 ഇൻറ്റു 2 സ്ക്വയർ 4 വരും. മൈനസ് ആർ ക്യൂബ് കൊടുക്കുമ്പോൾ 2 ക്യൂബ് എന്ത് വരും? 8 വരും. 8/3 സൈൻ തീറ്റ അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് എന്ത് വരും? 3/2 ഇൻറ്റു 0 തന്നെ വരും. മൈനസ് 0/3 ഇൻറ്റു സൈൻ തീറ്റ 0 വരും. ഡി തീറ്റ എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 to 2π. ഇവിടെ ഈ 2ഉം ഇതൂടെ ക്യാൻസൽ ചെയ്ത് 6 മൈനസ് 8/3 സൈൻ തീറ്റ എന്ന് വരും. മൈനസ് 0 അതങ്ങ് 0 ആയി പോയല്ലോ. ഡി തീറ്റ എന്ന് വരും. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പം ഫസ്റ്റ് 6നെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി തീറ്റ വരും. മൈനസ് 8/3 ഇൻറ്റു സൈൻ തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ വരും. മൈനസ് കോസ് തീറ്റ റേഞ്ചസ് ഫ്രം 0 to 2π എന്ന് വരും. ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ 6 തീറ്റ എന്നുള്ളത് എന്തായി മാറും? 6 ഇൻറ്റു 2π. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2π മൈനസ് 8. ഈ മൈനസും കൂടെ പ്ലസ് ആകും. 8/3 കോസ് 2π പ്ലസ് 8/3 കോസ് 2π എന്ന് വരും. അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് എന്ത് വരും? 6 ഇൻറ്റു തീറ്റ 0 അല്ല ലോവർ ലിമിറ്റ്. 6 ഇൻറ്റു 0 വരും. പ്ലസ് 8/3 കോസ് 0 8/3
കോസ് 0 എന്ന് വരും. അപ്പർ ലിമിറ്റും കൊടുത്തു, ലോവർ ലിമിറ്റും കൊടുത്തു. നെക്സ്റ്റ് നോക്കിയേ എന്ത് വരും? 8 ഇൻറ്റു 2π എന്ന് പറയുന്നത് 12π വരും. പ്ലസ് 8/3 ഇൻറ്റു കോസ് 2π എന്താ? കോസ് 2π 1 ആണ്. മൈനസ് 0 പ്ലസ് 8/3 കോസ് 0 എന്താ? കോസ് 0 മീൻസ് 1 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12π പ്ലസ് 8/3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ മൈനസ് 8/3 എന്ന് വരും. ക്യാൻസലാകും. നമുക്ക് എന്ത് കിട്ടും ആൻസർ? 12π എന്ന് ആൻസർ കിട്ടും. അപ്പോൾ വോളിയം നമുക്കിവിടെ കിട്ടിയല്ലോ. നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. അതേപോലെ നമുക്ക് തന്നിരിക്കുന്നതിനെല്ലാം പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വോളിയം കണ്ടുപിടിച്ചു.